കഴിഞ്ഞ ഭാഗങ്ങളിലൊക്കെ നമ്മൾ സംസാരിച്ചത് മത്തായി സുവിശേഷത്തിൽ നിന്നാണ്. മത്തായി സുവിശേഷത്തിൽ നിന്ന് നമ്മൾ ദൈവിക തൃത്വത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പിതാവായ ദൈവം, പുത്രനാകുന്ന ക്രിസ്തു, പരിശുദ്ധാത്മാവ്. നമ്മൾ ആ മത്തായി സുവിശേഷത്തിൽ നിന്നുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ വായിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത മർക്കോസ് സുവിശേഷത്തിലേക്ക് വരാം. മർക്കോസ് സുവിശേഷത്തിൽ ദൈവിക തൃത്വത്തെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. മർക്കോസ് സുവിശേഷം 1 അധ്യായം 11-12 വാക്യങ്ങൾ. നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദവും ഉണ്ടായി. അനന്തരം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു. അപ്പോൾ ഈ ഭാഗങ്ങൾ തന്നെ നമുക്ക് മത്തായിലും വായിക്കാൻ കഴിയും. ലൂക്കോസിലും യോഹന്നാനിലും ഒക്കെ മത്തായി സുവിശേഷത്തിലുള്ള കാര്യങ്ങൾ തന്നെ ആവർത്തിക്കുന്നതായിട്ട് നമുക്കും കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം ഉണ്ടായി. അപ്പോൾ പ്രിയപുത്രൻ എന്ന് അവിടെ വിളിക്കപ്പെട്ടു. സ്വർഗത്തിൽ നിന്നാണ് ശബ്ദം ഉണ്ടായത്. അപ്പോൾ ഇവിടെ സ്വർഗസ്നായ പിതാവിൽ നിന്നാണ് ആ ശബ്ദം വന്നത്. അനന്തരം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകാൻ നിർബന്ധിച്ചു. അപ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവിനെ കാണാൻ കഴിയും. അടുത്ത വചനത്തിലേക്ക് പോവാം. മർക്കോസ് സുവിശേഷം 2 അധ്യായം 6-7 വാക്യങ്ങൾ. അവിടെ ചില ശാസ്ത്രിമാർ ഇരുന്നു. ഇവൻ ഇങ്ങനെ ദൈവദൂഷണം പറയുന്നത് എന്ത്? ദൈവം ഒരുവനല്ലാതെ പാവങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആർ എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ഇവിടെ യഹൂദ മതാനുസാരികളാണ് യേശുവിന് ചുറ്റും ഉണ്ടായിരുന്നത്. അപ്പോൾ ചില ശാസ്ത്രിമാർ ഇരുന്നു. ഇവൻ ഇങ്ങനെ ദൈവദൂഷണം പറയുന്നത് എന്ത്? അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു യേശു പറയുന്നത് ദൈവദൂഷണമാണ്. കാരണം യേശു പഴയ നിയമത്തെ നീക്കം ചെയ്ത് പുതിയ ദൈവത്തിന്റെ നിയമത്തെ സ്ഥാപിക്കാൻ വന്ന ആളാണ്. മോശ മുഖാന്തരം പഴയ നിയമവും യേശു ക്രിസ്തു മുഖാന്തരം പുതിയ നിയമവും ഉണ്ടായി. അപ്പോൾ ശാസ്ത്രിമാരുടെ ഭാഗത്ത് നിന്ന് തെറ്റ് പറയാൻ കഴിയില്ല. ദൈവം ഒരുവനല്ലാതെ, അപ്പോൾ ദൈവം ഒരുവൻ എന്നാണ് അവർ ധരിച്ചിരുന്നത്. ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവൻ ആർ എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്നു ഈ കാര്യം. അപ്പോൾ അവർ മനുഷ്യരാണ്. എന്നാൽ അവർക്ക് ദൈവിക ജ്ഞാനത്തെക്കുറിച്ചോ ദൈവിക അറിവുകളെ കുറിച്ചോ അറിയുന്നതിനും ഗ്രഹിക്കുന്നതിനും പരിമിതികളുണ്ട്. അപ്പോൾ അവർക്കറിയാത്ത പല കാര്യങ്ങളും ദൈവഭാഗത്തുണ്ട്. അപ്പോൾ അവര് അവിടം വരെ അറിഞ്ഞു വെച്ചിരുന്നുള്ളൂ. പാപങ്ങളെ മോചിപ്പാൻ കഴിയുന്നവനാർ വേറൊരാള് യേശു പാപങ്ങളെ മോചിക്കുന്നു എന്ന് അവർ കേട്ടപ്പോൾ, അല്ലെങ്കിൽ അതിനുള്ള അധികാരം തനിക്കുണ്ടെന്ന് കേട്ടപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായി. അപ്പോൾ പുത്രനാകുന്ന ക്രിസ്തുവിന് പാപങ്ങളെ മോചിക്കുവാൻ അധികാരമുണ്ട്. ഇതൊരു പുതിയ അറിവല്ല. മർക്കോസ് സുവിശേഷം 3 അധ്യായം 11 വാക്യം. അശുദ്ധാത്മാക്കളും അവനെ കാണുമ്പോഴൊക്കെയും അവന്റെ മുമ്പിൽ വീണു, നീ ദൈവപുത്രൻ എന്ന് നിലവിളിച്ചു പറയും. അപ്പോൾ മർക്കോസ് രേഖപ്പെടുത്തി, അശുദ്ധാത്മാക്കള് അവന്റെ മുമ്പിൽ സറണ്ടർ ആകുന്നു. എന്നിട്ട് പറയും, നീ ദൈവപുത്രൻ എന്ന് പറയുന്നത് അവര് കേട്ടു. അതവരെ എഴുതി വെച്ചു. ഒന്നും കൂടി ആ വചനം വായിക്കാം. 3 അധ്യായത്തിന്റെ 11 വാക്യം. അശുദ്ധാത്മാക്കളും അവനെ കാണുമ്പോഴൊക്കെയും അവന്റെ മുമ്പിൽ വീണു. ഈ അശുദ്ധാത്മാക്കള് വീഴുക എന്ന് പറഞ്ഞാൽ അത് മനുഷ്യരുടെ ദേഹത്ത് വസിച്ചുകൊണ്ട് ഈ പണ്ടുകാലം മുതൽ തന്നെ ഭൂതോപദ്രവം ഉള്ള മനുഷ്യരുണ്ടായിരുന്നു. അപ്പോൾ അവര് നിയന്ത്രണം വിട്ടുള്ള പെരുമാറ്റവും വല്ലാത്ത ഭൂതം ബാധിച്ച ഒരു മനുഷ്യന്റെ നില എന്താ നമ്മളൊന്ന് ഊഹിക്കുക. ഭൂതം എന്ന് പറയുന്നത് അശുദ്ധിയുടെ ആത്മാവാണ്, അല്ലെങ്കിൽ നീതിബോധമോ കൺട്രോളോ ഇല്ലാത്തൊരു ആത്മാവാണ്. അപ്പോൾ അത് ബാധിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെതായ ചേഷ്ടകൾ കാണിക്കുക. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യർ അവന്റെ മുമ്പിൽ വീണു. നീ ദൈവപുത്രൻ എന്ന് നിലവിളിച്ചു പറയും. അപ്പോൾ
ദേവപുത്രൻ എന്നുള്ള വെളിപ്പാട് പത്രോസിനുണ്ടായത് നമ്മൾക്കറിയാം. അപ്പോൾ മനുഷ്യരിൽ ഇരുന്നുകൊണ്ട് മറ്റൊരു മനുഷ്യന് ആ ഒരു വെളിപ്പാടില്ല. അപ്പോൾ ഭൂതങ്ങൾ ആ മനുഷ്യരിൽ നിന്ന് ആ ഒരു വെളിപ്പാട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് ശരിക്കും ആ ഭൂതം ബാധിച്ച മനുഷ്യന് ഇത് ഗ്രഹിക്കാൻ കഴിയുന്നില്ല എന്നത് മറ്റൊരു സത്യമാണ്. അപ്പോൾ ആ മനുഷ്യൻ ഭൂതത്താൽ ബാധിച്ച് ചേഷ്ടകൾ കാണിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ വായ തുറന്ന് അദ്ദേഹം പോലും അറിയാതെ ഭൂതങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നു, ഇവൻ ദേവപുത്രൻ എന്ന് നിലവിളിച്ചുകൊണ്ടിരുന്നു. അത് അവരെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. മർക്കോസ് സുവിശേഷം 9 അധ്യായത്തിന്റെ 7 വാക്യം. പിന്നെ ഒരു മേഘം വന്ന് അവരുടെ മേൽ നിഴലിട്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീൻ എന്ന് മേഘത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. അപ്പോൾ ഇവിടെ എൻ്റെ പ്രിയപുത്രൻ എന്ന് എഴുതി വെച്ചിരിക്കുന്നു. മർക്കോസ് സുവിശേഷം 13 അധ്യായത്തിന്റെ 11 വാക്യം. അവർ നിങ്ങളെ കൊണ്ടുപോയി ഏൽപ്പിക്കുമ്പോൾ എന്തു പറയേണ്ടു എന്ന് മുൻകൂട്ടി വിചാരപ്പെടരുത്. ആ നാഴികയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് തന്നെ പറവീൻ. പറയുന്നത് നിങ്ങളല്ല, പരിശുദ്ധാത്മാവത്രേ. അപ്പോൾ യേശു പറയുകയാണ്, യേശു ശിഷ്യന്മാരെ അടുത്ത് ഉപദേശിക്കുകയാണ്. ശിഷ്യന്മാർ ഒരുപാട് എന്താ പറയാ പീഡനങ്ങളിലൂടെ കടന്നുപോയി. അപ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. അല്ലെങ്കിൽ റോമ ഗവൺമെന്റ് അന്ന് അവരെ വളരെയധികം പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ ശിഷ്യത്തോളം നിങ്ങൾക്ക് വളരെയധികം ദുരിതം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ അന്നേരം പരിശുദ്ധാത്മാവ് ആ കാര്യങ്ങളെ നിങ്ങൾ ചെയ്തുകൊള്ളും എന്നൊക്കെ യേശു അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ യേശു എങ്ങനെയാണ് മരിച്ചത്, അതുപോലെ യേശുവിന്റെ ശിഷ്യന്മാരെയും കൊല്ലുവാൻ അന്നത്തെ ഗവൺമെന്റ് അവരെ നോക്കി നടക്കുമായിരുന്നു. ശിഷ്യന്മാരെ കൊല്ലുക, അത് വളരെ പീഡനങ്ങളിലൂടെയാണ് സഭ കടന്നുപോയിട്ടുള്ളത് എന്നൊക്കെ മനസ്സിലാക്കുക. അതിനുശേഷമാണ് നമ്മുടെ കയ്യിലൊക്കെ വേദപുസ്തകവും വന്നത് എന്നതൊക്കെ ഗ്രഹിച്ചോളുക. അപ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവ് അത്രേ എന്ന് യേശു പറയുന്നു. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ വ്യക്തിത്വത്തെ കുറിച്ച് പറയുന്നു. പറയുന്നത് നിങ്ങളല്ല, പരിശുദ്ധാത്മാവത്രേ. അപ്പോൾ അത് ഒരു വ്യക്തിത്വമാണ്, ആ വ്യക്തിത്വം സംസാരിച്ചു കൊള്ളും എന്ന് യേശു ഇവിടെ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. മർക്കോസ് സുവിശേഷം 14 അധ്യായത്തിന്റെ 41 വാക്യം. അവൻ മൂന്നാമത് വന്ന് അവരോട്, ഇനി ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുവിൻ, മതി, നാഴിക വന്നു, ഇതാ മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു. അപ്പോ മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു എന്ന് യേശു സാക്ഷ്യം പറഞ്ഞു. അടുത്ത വാക്യത്തിലേക്ക് പോവാം. മാർക്കോസ് സുവിശേഷം 14 അധ്യായത്തിന്റെ 61, 62 വാക്യങ്ങൾ. അവനോ മിണ്ടാതെയും ഉത്തരം പറയാതെയിരുന്നു. മഹാപുരോഹിതൻ പിന്നെയും അവനോട്, നീ വന്യനായവന്റെ പുത്രനായ ക്രിസ്തു എന്ന് ചോദിച്ചു. ഞാൻ ആകുന്നു. മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നതും ആകാശമേഘങ്ങളോടെ വരുന്നതും നിങ്ങൾ കാണുമെന്ന് യേശു പറഞ്ഞു. അപ്പോ അടുത്ത വചനത്തിലേക്ക് പറയുകയാണ്, മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നത്. അപ്പോൾ സർവശക്തന്റെ വലത്തുഭാഗത്തിരിക്കുന്ന മനുഷ്യപുത്രൻ എന്നത് യേശു പറഞ്ഞു. അപ്പോൾ സർവശക്തനായ ദൈവത്തിന്റെ, അപ്പോൾ പുത്രനും കൂടി പൂർണ്ണമായും ഗ്രഹിക്കുവാൻ കഴിയാത്ത, അല്ലെങ്കിൽ പിതാവ് പുത്രന് വെച്ചിരിക്കുന്ന സമയങ്ങളെ ഗ്രഹിക്കുവാൻ പുത്രന് കഴിയുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന മഹോന്നതനായ സർവശക്തൻ, അപ്പോൾ അത്രയും വലിയ ഒരു സർവശക്തന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നത് കാണും എന്ന് മനുഷ്യപുത്രൻ യേശു പറയുകയാണ്. അപ്പോൾ വലിയ ദൈവത്തിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ഇവിടെ പറയാണ്. ദൈവം വലിയവനാണ്, സർവശക്തനാണ്, മനുഷ്യപുത്രൻ എന്നൊക്കെ ഇവിടെ പറയാണ്. അപ്പോൾ ട്രിനിറ്റിന്റെ 2 ഭാഗങ്ങളായിട്ട് നമുക്കത് കാണാൻ പറ്റും. പിതാവിനെ കാണാൻ പറ്റും, പുത്രനായ ക്രിസ്തുവിനെ കാണാൻ പറ്റും. അപ്പോൾ മർക്കോസ് സുവിശേഷത്തിൽ നമുക്ക് ഇത്രയും വചനങ്ങൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ തന്നെ പറയുമ്പോൾ ഗ്രഹിക്കാൻ കഴിയും, അവർക്ക് ഗ്രഹിക്കും. അപ്പോൾ ദൈവത്വത്തിന്റെ അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ലൂക്കോസ് സുവിശേഷത്തിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ.